മാവേലിക്കരയിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ട്രെയിൻ കയറിയത്. ഇപ്പം നമ്മൾ തെലങ്കാനയിലേക്ക് പോവാണ്. അടുത്ത ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പോവാണ്. ഇപ്പോൾ വണ്ടി ഈറോഡിലെത്തിയിട്ടുണ്ട്. രാവിലെ 9:05 മാവേലിക്കര ട്രെയിൻ വന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മണി 5:15 കഴിഞ്ഞു, 5:20 ആയി. എൻ്റെ കൂടെ സ്വാമിയുണ്ട്. ഞങ്ങളൊന്നിച്ചാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. നമ്മൾ 2 ദിവസത്തെ യാത്ര. ഇന്നലെ രാവിലെ 9:15 മാവേലിക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇപ്പോൾ 11:15 രാവിലെ 11:15 സെക്കൻഡറാബാദ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വണ്ടി ഇപ്പോൾ സെക്കൻഡറാബാദ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഇവിടെ ഇറങ്ങാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. സ്വാമിയൊക്കെ ബാഗുമൊക്കെ എടുത്ത് ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ വണ്ടി സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ്. അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങും. ഇവിടെ സെക്കൻഡറാബാദിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ദേവഗിരിക്കുള്ള ട്രെയിനുണ്ട്. അത് 1:10 സെക്കൻഡറാബാദിൽ നിന്ന് എടുക്കുന്നത്. ഇവിടുന്ന് ഒരു 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. പിന്നെ നമ്മളവിടെ ഇറങ്ങും. 4 മണിയാകുമ്പോഴത്തേന് അങ്ങ് ചെല്ലും. അങ്ങനെ നമ്മൾ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുവാണ്. ഈ സെക്കൻഡറാബാദിൽ നിന്ന് ഇനി നമ്മൾ, ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇനി ഇതിപ്പോൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. 8ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇനി ഇതിൻ്റെ അങ്ങേപ്പുറത്ത് ഇറങ്ങണം. 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളിനി ഇറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞ പോലെ 1:10 നിസാമാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രെയിന്. ദേവഗിരി നിസാമാബാദ്. അന്നേരം ഇനി സമയം കിടപ്പുണ്ട്. 2 മണിക്കൂറൂടെ കിടപ്പുണ്ട്. ആ സമയം കൊണ്ട് പുറത്തോട്ടൊക്കെ വന്നാണ്. ഇതൊക്കെ ഒന്ന് കണ്ട്, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത 1:10 1 മണിയാകുമ്പോഴത്തേന് ഇനി നമുക്ക് 2 മണിക്കൂർ സമയം കിടപ്പുണ്ട്. അപ്പോഴത്തേന് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള രീതി പുറത്തോട്ട് ഇറങ്ങിയതാണ്. भैया 100 रुपये चप्पल, 150 रुपये चप्पल है भैया। धमाका सेल, धमाका ऊपर है भैया। दाना 15 रुपये चप्पल, 150 चप्पल
അങ്ങനെ ഞങ്ങൾ നിസാമാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നിസാമാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നിസാമാബാദ് റെയിൽവേ സ്റ്റേഷൻ. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നിസാമാബാദിൽ എത്തിച്ചേർന്നു. ഇനി ഇവിടുന്ന് നമ്മളെ കൂട്ടാനായിട്ട് ആൾ വരും. ഇവിടുന്ന് നമ്മൾ ഞങ്ങളുടെ ആര്യസമാജത്തിൻ്റെ ഹരിദാസ് ജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് അവിടെയാണ് തങ്ങുന്നത്. നാളെ അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വാനപ്രസ്ഥാശ്രമത്തിലേക്ക് മാറുന്നതിൻ്റെ ഒരു ചടങ്ങുണ്ട്. അതിനകത്തിൽ പങ്കെടുക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂട്ടാൻ വരുന്ന ആൾ പുറത്ത് വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പുറത്തേക്ക് നമ്മൾ ഇറങ്ങുവാണ്. ഇപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അന്നേരം അവിടെ അദ്ദേഹം കൂട്ടാനായിട്ട് വന്നിരുന്നു. ഇവിടുത്തെ ആര്യസമാജത്തിലെ ഹരിദാസ് ജിയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം വന്നിരുന്നു. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള കാറിൽ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.